അങ്ങനെ എല്ലാവർക്കും ന്യൂസിലാൻഡിലെ വർണ്ണക്കാഴ്ചയിലത്തെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ന്യൂസിലാൻഡിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും വലിയ ലാവൻഡർ ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഫാം ലൊക്കേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോർത്ത് ഐലൻഡിൽ തന്നെയാണ്. സൗത്ത് ഐലൻഡ് അല്ല, നോർത്ത് ഐലൻഡ്. ഞങ്ങൾ നോർത്ത് ഐലൻഡിലാണ്. അപ്പോൾ ഇവിടെ ഓക്ലൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ ഫാം. ഫാമിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. 10 വയസ്സും അതിലും താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നെ അഡൽട്സിന് ഇതുപോലെ 18 ന്യൂസിലാൻഡ് ഡോളർ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഡെക്ക് കാണാം. അപ്പോൾ ആ ഡെക്കിൻ്റെ മുകളിൽ നിന്നിട്ട് ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തതാണിത്. ഈ ഏരിയയിലേക്ക് വരുമ്പോൾ എന്ന് വെക്കാന്ന് വെച്ചാൽ നല്ല ലാവൻഡറിൻ്റെ മണമാണ്. അതൊരു പ്രത്യേക മണമാണ്. നമ്മൾ ഈ സോപ്പ്, ഷാമ്പു ഇതിലൊക്കെ നമ്മൾ ആ മണം കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു വേറെ ടൈപ്പ് മണമാണത്. ഈ സ്ഥലം മൊത്തം ഇതിൻ്റെ മണമായിരുന്നു ഫാമിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും. നമ്മളുണ്ണി നല്ല ഹാപ്പി മൂഡാണ്. നല്ല പച്ചപ്പുല്ലല്ലേ, അവിടെ കിടന്ന് സമ്മർ സോൾട്ടൊക്കെ അടിക്കുന്നുണ്ട്. വലിയ ഫാമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു 2 വർഷം മുമ്പ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയൊക്കെ ഓൾറെഡി അത് കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ലാവൻഡറൊക്കെ ഓൾറെഡി കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ കാരണം കൊണ്ട് ഒരു ലുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഇവിടെയൊക്കെ നല്ല ഫുള്ള് ഈ ഫ്ലവേഴ്സാണ്. നല്ല ചന്ത കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഒന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി സീസണൊക്കെ കഴിഞ്ഞ ടൈമിലായിരുന്നു. അപ്പോൾ ഒന്ന് ചോന അധികം ഒരു ഭംഗിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇതിപ്പോൾ ഏകദേശം ഇതിവിടെ തുടങ്ങിയിട്ട് 10-20 ദിവസമായി സീസൺ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പം തന്നെ വന്നതാണ്. അങ്ങനെ വന്നു. നമ്മൾ ഒരു ടിക്കറ്റിന് ഒരു പേപ്പർ ബാഗും കിട്ടും, ഒരു കത്രികയും കിട്ടും. എന്നിട്ട് ആ പേപ്പർ ബാഗ് നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ലാവൻഡർ കട്ട് ചെയ്തിട്ട് അതിൽ കളക്ട് ചെയ്യാം. എന്നിട്ട് ആ പേപ്പർ ബാഗ് നമ്മൾ അവിടെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അത് അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് ലാവൻഡറിൻ്റെ ഓയിൽ അവർ നമുക്ക് എടുത്ത് തരും. ഞങ്ങൾ വന്നത് ഞായറാഴ്ചയാണ്. ഇത് രാവിലെ 8 മണി 8:30 തൊട്ടിട്ട് 4 മണി വരെയാണ്. ഞങ്ങൾ എത്തുമ്പോൾ 3 മണിയായി. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ സൺബേൺ എന്തായാലും കിട്ടും. ഭാഗ്യത്തിന് ഞങ്ങൾ വന്ന അന്നെന്ന് വയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല മഴക്കാരുണ്ടായിരുന്നു. മഴക്കാരുള്ള കാരണം കൊണ്ട് സണ്ണിൻ്റെ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ വന്നപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ ഫോട്ടോ എടുക്കലും അതിൻ്റെ തിരക്കും കാര്യങ്ങളാണ്. നമുക്ക് തോന്നിയ സ്ഥലത്ത് നിന്ന് നമുക്ക് അങ്ങനെ ഫ്ലവർ കട്ട് ചെയ്യാൻ പറ്റില്ല. ഫാമിൻ്റെ എൻഡിൽ നിന്നാണ് അത് തുടങ്ങുക. അപ്പോൾ നമ്മൾ ഫാമിൻ്റെ എൻഡിലേക്ക് പോവാണ്. പിന്നെ അവിടെ പോയിട്ട് പേപ്പർ ബാഗും സിസറും കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്ലവർ കട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫാമിൻ്റെ എൻഡിലെത്തി. പേപ്പർ ബാഗും സിസറും കിട്ടി. നമ്മൾ ഫ്ലവർ കട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളെ വൈഫും ഉണ്ണിയും കട്ട് ചെയ്യുന്നുണ്ട്. നിറച്ച് തേനീച്ച പോലത്തെ തേനീച്ച തന്നെയൊന്നും ഉണ്ട്, പക്ഷേ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉണ്ണിയും വൈഫും പൂവ് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് അങ്ങോട്ട് മാറി നിന്നു. പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്തു. പൂവൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അവിടെ വണ്ടി സർവീസ് വെഹിക്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നടന്നു വന്നു അവിടുന്ന്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിട്ട് പോകുമ്പോൾ അതിൽ പോകാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സൈഡിലുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കുകയാണ്.
കേട്ടോ നോക്കി കഴിഞ്ഞാൽ വരെ അങ്ങനെയൊക്കെ എടുക്കുക. നല്ല ചന്ത കാണാൻ. Ano ka, takbo ka dito? കണ്ട അതിൻ്റെ കളറ് കണ്ടില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മളെ സർവീസ് വെഹിക്കിൾ വന്നു. വണ്ടിയിൽ നമ്മൾ കയറി. പിന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ്. നമ്മൾ എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ആ ഷോപ്പ് കണ്ടില്ല. ഫസ്റ്റ് ഷോപ്പിലാണ് അത് പ്രോസസ്സ് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത ലാവൻഡറിൻ്റെ പൂവ്. അതിൻ്റെ അപ്പുറത്ത് 2 കഫറ്റീരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഫ്ലവർ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ അവരിടും. ഡിസ്റ്റിലേഷനാണ് പ്രോസസ്സ്. എന്നിട്ട് അത് ചൂടാക്കുമ്പോൾ ആ പൈപ്പ് വഴി എന്നിട്ട് അതിൻ്റെ വരുന്ന വെള്ളം ഓയിലും കൂടിയിട്ടുള്ള ഔട്ട്പുട്ടാണ് വരിക. അത് എന്നിട്ട് ആ ജാറിൽ കളക്ട് ചെയ്യും. ഇതിപ്പോൾ ആ ജാറിൽ കളക്ട് ചെയ്തതാണ്. അതിൻ്റെ അടിയിൽ കിടക്കുന്നത് വെള്ളം, അതിൻ്റെ മുകളിലേക്കുള്ളതാണ് ഓയിൽ. ഓയിൽ നമുക്ക് ചെറിയ ഇതിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് അവരെടുത്ത് തരും. അതേപോലെ വെള്ളവും നമുക്ക് കൊണ്ടുപോവാം. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാർ ക്യൂല. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, താഴത്തുള്ളത് വെള്ളം, മുകളിലുള്ളത് ഓയിലാണ്. ഇപ്പം നമ്മളെ കട്ട് ചെയ്ത ഫ്ലവർ പ്രോസസ്സ് ചെയ്തു. എന്നിട്ട് അവർ ഓയിൽ ആ ഇതിലേക്ക് കുഞ്ഞ് ബോട്ടിലേക്ക് ഫില്ല് ചെയ്യാണ്. അവസാനം ബാക്കിയുള്ള വെള്ളം നമ്മൾ വേറൊരു സ്പ്രേ ബോട്ടിലും കൊടുത്തു അതിലേക്കും ഫില്ല് ചെയ്തു. അങ്ങനെ നമുക്ക് നമ്മളെ പ്രോസസ്സ് ചെയ്ത വെള്ളം ഓയിലും കിട്ടി. വൈഫും ഉണ്ണി അങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ ഞാനും ഇവിടെ ലാസ്റ്റായിട്ട് കുറച്ചും കൂടി വീഡിയോസ് ഒന്ന് കവർ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാവും ഈ വഴി വരിക. അപ്പോൾ ഒന്ന് നല്ലതിലൊന്നും എടുത്തതാണ്. ഇവിടെ പിന്നെ കട്ട് ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഡോൺ കട്ട് ഹിയർ എന്ന് എഴുതിയിട്ടുള്ളത്.
അങ്ങനെ ഇവിടുത്തെ ഇതൊക്കെ കുറച്ച് കവർ ചെയ്തു. അപ്പം ഞാൻ ഇനി തിരിച്ച് നടക്കുകയാണ്. പോണ വഴിയിൽ ഈ ഷെഡിൻ്റെ ഉള്ളിൽ വലിയ ട്രാക്ടർ പാർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടു. അത് ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര ഹൈറ്റാ. ഒരു ആനാരിയൊക്കെ അത്ര ഹൈറ്റ് ഉണ്ടാവും ആ ട്രാക്ടറിൻ്റെ ഹൈറ്റ്. നമ്മളെ നാട്ടിലത്തെ ട്രാക്ടറായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഹൈറ്റുള്ള സാധനം. ഇത് പിന്നെ വേറെ അവിടെ കുറച്ച് പൂക്കളുണ്ടായിരുന്നു, അതൊന്നും എടുത്തു മാത്രം. ഇപ്പോൾ ഓൾമോസ്റ്റ് 4 മണിയായി, അതുകൊണ്ട് ആൾക്കാരൊന്നും കാണാനില്ല. ടിക്കറ്റ് കൗണ്ടർ എംപ്റ്റിയാണ്. ഇത് ഫാമിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ചെറിയ ബോർഡാണ്. അങ്ങനെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് താല്പര്യമുള്ളവർക്ക് ഇത് ഫോർവേഡ് ചെയ്യാം, ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ ട്ടാ. ശരി, അപ്പോൾ താങ്ക് യു.